ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? 100 മില്യൺ ദിർഹം യു എയിൽ കഴിയുന്ന ഒരാൾക്ക് ഇതാ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും യു എ ലോട്ടറി പറഞ്ഞിട്ടില്ല അത് ആരാണ് എന്നുള്ള കാര്യം. ഏതായാലും വിജയിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, ആരാണെന്നും അറിയാം. പക്ഷേ അതിൻ്റെ ഡ്യൂ ഡെലിജൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യു എയുടെ ലോട്ടറിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണല്ലോ 100 മില്യൺ ദിർഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ലക്കി വിന്നർ ആരാണെന്നൊക്കെ ഉറപ്പിച്ച് വ്യക്തത വരുത്തി എന്നിട്ട് മാത്രമേ ഡിക്ലെയർ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് യു എ ലോട്ടറി എന്ന പ്രസ്ഥാനം. യു എയുടെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു വിജയി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരുപാട് ആളുകൾക്ക് പ്രേരണയായിട്ട് മാറുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ആരാണ് ആ വിജയി എന്നുള്ളത്, സ്വദേശിയാണോ അതല്ല പ്രവാസിയാണോ എന്ന കാര്യമൊക്കെ ജീവിതം മാറി മറിയുന്ന ആ ഭാഗ്യശാലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. ദുബായിലെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം നവംബർ 1 മുതൽ ലെഫ്റ്റ് ലൈനിലൂടെ ബൈക്ക് റൈഡർമാർ പോകുന്നത് നിരോധിച്ചുകൊണ്ട് ദുബായ് പോലീസും RTA ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മലയാളികളായ ധാരാളം ആളുകൾ, പ്രവാസികൾ, ഈ ബൈക്ക് റൈഡിംഗ് അതിലൂടെ ഡെലിവറി ബോയ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്തിട്ട് അവരുടെ വരുമാനത്തിൻ്റെ മാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. വലിയ ഫൈൻ ഒരുപക്ഷെ കൊടുക്കേണ്ടി വരുന്ന കാര്യമായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ നവംബർ 1 മുതൽ ലെഫ്റ്റ് ലൈൻ പാടില്ല പ്രധാനപ്പെട്ട ചില റോഡുകളിൽ എന്ന കാര്യം ദുബായിൽ ബൈക്ക് ഓടിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കട്ടെ. യു എയിൽ വീണ്ടും ചൊവ്വാഴ്ച മുതൽ മഴ പെയ്യുമെന്നാണ് NCM ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം റാസൽ ഖൈമയിലും ഫുജൈറയിലും പ്രത്യേകിച്ച് ഈ എമിറേറ്റുകളുടെ കുറച്ചുകൂടി കിഴക്കൻ പ്രദേശങ്ങളിൽ നല്ല മഴ കിട്ടി എന്നതിൻ്റെ വിഷ്വൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല താപനില ഗണ്യമായിട്ട് കുറയുന്ന സന്ധ്യയായിരുന്നു ഈ ഞായറാഴ്ച വൈകുന്നേരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജബൽ ജൈസ് ഭാഗത്തൊക്കെ 17.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നത്തെ താപനിലയെന്നും NCMന്റെ റിപ്പോർട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച മുതൽ പ്രതീക്ഷിക്കുന്ന മഴ അത് ശക്തമായി തന്നെ പെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വീണ്ടും NCM നൽകിയിരിക്കുകയാണ്. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.